ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ദിവസവും ഉൾപ്പെടുത്തേണ്ട ഒരാളാണ് കേട്ടോ നമ്മുടെ രസം. അപ്പോൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു രസം നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? വായോട്ടാ. ഇന്നുണ്ടല്ലോ നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് എത്രയും വേഗം ഒരു രസം വെക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു രസമായിട്ട് നമ്മളിന്ന് വെക്കണേ. അപ്പം അതിലേക്ക് വേണ്ടി വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക്. ഇതെല്ലാം നമ്മൾ മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കും. ഇതേപോലെയാണ് നമ്മൾ ചതച്ച് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ 2 തക്കാളി എടുത്തിട്ടുണ്ട്, 6 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കണം കേട്ടോ. ചുവന്നുള്ളി ഇതേപോലെ നീളത്തിൽ വെറുതെ അടിക്കാൻ മതി. തക്കാളി നമുക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണോ അങ്ങനെ അരിയാട്ടെ. ഞാൻ ദേ വെറുതെ ഒരു 4 കഷ്ണാക്കി ഇടുന്നുണ്ട്. നമ്മളുണ്ടല്ലോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ചെറുനാരങ്ങയുടെ വലിപ്പമുള്ള അത്രയും നമ്മുടെ വാളംപുളി എടുത്തിട്ടുണ്ട്. ഇത് ഞാനുണ്ടല്ലോ 2 ഗ്ലാസ് വെള്ളത്തിൽ മുന്നേ തന്നെ, അതായത് ഒരു 10 മിനിറ്റ് മുന്നേയിൽ നമ്മൾ ഈ പുളി വെള്ളത്തിൽ ഇട്ട് വെക്കണം. അപ്പം ഞാൻ ഇത് മുന്നിട്ട് വെച്ച് അതങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ, 2 ഗ്ലാസ് വെള്ളം. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം നന്നായിട്ട് നമുക്കിതിൽ ഇളക്കാം. ഈ പൊടികളൊക്കെ കട്ട വിടണ പോലെ ഇളക്കിയെടുക്കണം കേട്ടോ. ഈ പൊടിയിലത്തെ കട്ടകളൊക്കെ നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ നമ്മൾ ഈ ചതച്ച് കൊണ്ടുണ്ടല്ലോ അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ ഒരു കാര്യം നമ്മൾ വിട്ടുപോയിട്ട് ജീരകം, അത് ഞാൻ ചതച്ചപ്പോൾ 1 ടീസ്പൂൺ ജീരകം കൂടി ചതച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും പോകുന്നൊരു ചെറിയ കഷ്ണം കായാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ നേരിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ പൊടിയൊക്കെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ 1 ടീസ്പൂണ് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇതിലേക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇത് ഈ പുളിവെള്ളത്തിൽ തന്നെ അലിഞ്ഞോളും. നമ്മുടെ കറിയൊക്കെയും, അതായത് നമ്മുടെ ഈ രസം തിളയ്ക്കുന്നതിൻ്റെ ഒപ്പം ഇതൊക്കെ അലിഞ്ഞ് ചേർന്നോളൂ കേട്ടോ. നമുക്ക് തീ കത്തിച്ച് നമ്മുടെ കുക്കർ അടുപ്പത്തേക്ക് കയറ്റാം. ഈ കുക്കർ നന്നായിട്ട് ചൂടാവണം. കുക്കർ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ വെളിച്ചെണ്ണ നന്നായി ചൂടാവണം. വെളിച്ചെണ്ണ നന്നായി ചൂടായി നമുക്കതിലേക്ക് കടുക്, 1 ടീസ്പൂണ് കടുകാണ്, അത് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ 2 വറ്റമുളക് നടുമുറിച്ചിടണം. ഒപ്പം 1/2 ടീസ്പൂണ് ഉലുവ, അതും ഇട്ട് കൊടുക്കണം. നമ്മുടെ ഉലുവയുടെ കളറൊന്ന് മാറി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞതുണ്ടല്ലോ അതിടും. ഈ ചുവന്നുള്ളി ഒന്ന് വഴറ്റി വരണം. ചുവന്നുള്ളി വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 തക്കാളി അരിഞ്ഞതുണ്ടല്ലോ അതും ഇട്ട് കൊടുക്കും. ഈ തക്കാളി ഒന്ന് വെറുതെ ഒരു 2 സെക്കൻഡ് നന്നായി ഇങ്ങനൊന്ന് ഇളക്കി കൊടുക്കും. അതിലേക്കുണ്ടല്ലോ നമ്മൾ 3 തകിര് വേപ്പില കൊടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കും. ഇതെല്ലാം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്കുണ്ടല്ലോ നമ്മൾ ഇവിടെ പുളിവെള്ളത്തിൽ മുളക്, മല്ലി, മഞ്ഞൾ എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ. ഇത് നമ്മളെ പുളിവെള്ളത്തിൽ നമ്മൾ ഈ മുളകും മല്ലിയും മഞ്ഞളൊക്കെ ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ കുത്തും കാര്യങ്ങളും പോവാൻ പോകുന്നത്. പക്ഷേ പുളിവെള്ളത്തിൽ ഇതെല്ലാം കിടന്ന് തിളയ്ക്കുമ്പോൾ നമ്മുടെ മുളകിനൊന്നും ഒരു കുത്തുണ്ടാവില്ല. അപ്പം ഞാനത് ഇതിലേക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് മൊത്തം 12 ഗ്ലാസ് രസമാണ് നമ്മൾ വെക്കുന്നത്. അപ്പം നമ്മൾ ഇത് ഒഴിച്ചതിൻ്റെ പിന്നാലെ തന്നെ ഇപ്പം ഞാൻ എൻ്റെ പുളിവെള്ളം 2 ഗ്ലാസ് വെള്ളത്തിലായിരുന്നു. ഇപ്പം ഈ ജഗ്ഗിൽ ഞാൻ 10 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഫുള്ളിൽ ഒഴിച്ചു കൊടുക്കണം.
ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണ് നന്നായിട്ടായിട്ട് ഞാൻ ഇട്ട് കൊടുത്ത് നോക്കണേ. ഇനി നമുക്ക് തിളച്ചിട്ട് ഉപ്പ് കുറവാണെങ്കിൽ അപ്പം ഇട്ട് കൊടുക്കാം. പിന്നെ ഉണ്ടല്ലോ, ഞാൻ രസം വയ്ക്കുമ്പോൾ കൂടുതൽ രസം വയ്ക്കും. ഒരു 3 ദിവസമെങ്കിലും ഞാൻ രസം ഉപയോഗിക്കും. നമ്മുടെ ഈ രസത്തിന് ഒരു കേടും വരില്ല കേട്ടോ. ഇനി നന്നായിട്ട് തിളക്കട്ടെ. നമുക്ക് മൂടി വയ്ക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ മൂടി വയ്ക്കുമ്പോൾ ഇതിന് തള വരുമ്പോൾ പുറത്തേക്ക് തിളച്ച് പോകും. അപ്പോൾ അത് കാരണം നമ്മൾ ശ്രദ്ധിക്കണം. തള വരുന്നു നമുക്കിങ്ങനെ ആദ്യം ഇങ്ങനെ വരുന്ന പോലെ തോന്നില്ലോ. അപ്പം നമ്മൾ മൂടി എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് ഞാൻ കാട്ടി തരുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. കുക്കറിലാണെന്നിട്ട് നമ്മൾ കുക്കറിൻ്റെ ആ എയർ പോവാത്ത രീതിയിലുള്ള മുറിക്കടക്കലല്ല കേട്ടോ. വെറുതെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണുള്ളൂ. ഇതാ നമ്മുടെ രസം തിളച്ചു. അപ്പം ഞാനൊന്ന് മൂടി തുറന്ന് നന്നായി ഇളക്കി കൊടുക്കാം. നിങ്ങൾ ശരിക്കും കായൊക്കെയും എങ്ങനെയാണ് നമ്മുടെ ഈ വെള്ളത്തിൽ കിടന്ന് കായൊക്കെയും അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇനിയുണ്ടല്ലോ, നല്ലോണം ഒരു 5 മിനിറ്റ് തീ കൂട്ടി നന്നായി തിളക്കട്ടെ. ഞാൻ ഇതാ മൂടി തുറന്ന് വെച്ച് കൊടുക്കാം. അടച്ചു വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ചിലപ്പോൾ പൊന്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തുറന്ന് വെച്ച് നോക്കുന്നത് കേട്ടോ. രസം 5 മിനിറ്റ് നന്നായി തിളച്ചു. നമ്മൾ തീ ഓഫ് ചെയ്തു. ഇനി നമുക്കിതിൽ ഉപ്പുണ്ടോ നോക്കാം. ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഉണ്ടല്ലോ മല്ലിയിലേക്ക് ഇട്ട് കൊടുത്താലേ നല്ലൊരു മണക്കും കിട്ടും കേട്ടോ. ഇടണമെന്ന് ഒരു നിർബന്ധമില്ല, പക്ഷെ ഇടാണെങ്കിൽ നല്ല മണത്തിലേ ഉള്ളൂ. മല്ലിയിലോട് ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. രസം റെഡി. ഇനി ഞാൻ ചേട്ടനെ വിളിക്കാം. ചെറുതായിട്ട് മഴ തൂടുണ്ടേ. രസം ഭയങ്കര ചൂടാ. ശരിക്കും കൈകളുണ്ട്. രസത്തിനെ പറ്റി ഒന്നും പറയാനില്ല. രസം ഇപ്പോഴും ഉണ്ടാക്കുന്നത് നല്ല ഭയങ്കര രസത്തിൽ തന്നെ ഉണ്ടാക്കാം. രസം തന്നെ കുറെ പ്രാവശ്യം രസം എന്ന് പറയേണ്ടി വരുന്നുള്ളത്. പെട്ടെന്ന് വെച്ചാൽ ഇവിടെ അടുക്കളയിൽ പോയി കഴിഞ്ഞ് കുറച്ച് നിസ്സാര സമയത്തിനുള്ളിൽ രസം ഉണ്ടാക്കി കൊണ്ടുവരാറ്. അപ്പൊ ഇതിനെ പറ്റി ഒന്നും പറയാനില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കിയത്. ചൂടാണ്, ഭയങ്കര ചൂട്. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്